ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ഞാനീ പറയുന്ന 3 കാര്യങ്ങൾ ആര് ചെയ്താലും ശരിയായിട്ട് ചെയ്താൽ തീർച്ചയായിട്ടും ശനി അവരെ വലിയ കോടീശ്വരനാക്കിയിരിക്കും, അല്ലെ വലിയ ലക്ഷപ്രഭു ആക്കിയിരിക്കും, അല്ലെ വലിയ സമ്പന്നനാക്കിയിരിക്കും. നിങ്ങൾ ചെയ്തു നോക്കുക, അപ്പൊ അറിയാമല്ലോ. ഇത് അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. കാരണം ഒരു 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 10 രൂപ പോലും തികച്ചെടുക്കാൻ ഇല്ലാത്ത ഒരു വലിയ ലക്ഷങ്ങൾ, അല്ലെ വലിയ സാമ്പത്തികം, വലിയ സമ്പന്നന്മാരായി തീർന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ചെയ്തു നോക്കുക, നല്ല കാര്യമാണ്. ഒരു നഷ്ടവും വരാനില്ല. ഇതുകൊണ്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾ രക്ഷപ്പെടുന്നത്. അങ്ങനെയുള്ളൊരു കാര്യമാണ്. കാരണം ശനിയെക്കുറിച്ച് ചില കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ട് ശനിയെ നമുക്ക് അനുകൂലമാക്കാൻ പറ്റും. ഏതൊരു കാര്യത്തെക്കുറിച്ച് നമുക്ക് പല പ്രശ്നങ്ങൾക്കും പരിഹാരമില്ലാത്തതിന് കാരണം ആ പ്രശ്നങ്ങളെക്കുറിച്ച് വ്യക്തത ഇല്ലാത്തതുകൊണ്ടാണ്. ഇപ്പൊ ശനിയെക്കുറിച്ച് വ്യക്തമായിട്ട് അറിഞ്ഞാൽ ശനി നമുക്ക് അനുകൂലമാക്കാനും തീർച്ചയായിട്ടും സാധിക്കും. ഈ വലിയ കോടീശ്വരന്മാർ പലരും ശനിയുടെ സ്വാധീനമുള്ളവരാണ്, അല്ലെ ശനി അനുകൂലമായിട്ടുള്ളവരാണ്. അതെങ്ങനെയാന്ന് ഞാൻ പറഞ്ഞുതരാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. വലിയ കോടീശ്വരന്മാർക്ക് പലർക്കും ശനി അനുകൂലമാണ്. അത് എന്തുകൊണ്ട്, അതിനൊരു ലക്ഷണമുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലാവും. എല്ലാം ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. ഞാനീ പറയുന്ന 3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു നോക്കുക. നല്ല കാര്യമാണ്, ആർക്കും ചെയ്യാവുന്ന കാര്യമാണ്. ഈ 3 കാര്യങ്ങൾ ചെയ്താൽ ശനി ആ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്തായാലും മാറ്റി വലിയ സാമ്പത്തികത്തിലേക്ക്, പിന്നെ ലക്ഷവും കോടിയൊക്കെ നിങ്ങളുടെ പരിശ്രമവും കൂടെ അനുസരിച്ചിരിക്കും. എന്തായാലും ഈ നിലവിലെ അവസ്ഥ മാറ്റി വലിയ സാമ്പത്തികം നൽകും. ഒരുപാട് അനുഭവമുണ്ട്. അപ്പം ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. മുഴുവൻ കേൾക്കുക, ശരിയായിട്ട് മനസ്സിലാക്കി ചെയ്യുക. പിന്നെ നമ്മൾ പ്രയത്നിക്കുകയും കൂടെ ചെയ്യണം. താൻ പാതി ഈശ്വരൻ പാതി എന്നാണല്ലോ. ചെയ്തവരൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട്. സത്യസന്ധമായ കാര്യമാണ്. ഞാൻ ഭഗവാന്റെ മുന്നേ വെച്ചാ പറയുന്നത്. നിലവിലെ അവസ്ഥ എന്തായാലും മാറി നല്ല സമ്പത്തിലേക്ക് വരും, ഒരു സംശയം വേണ്ട. ശനി ഭഗവാൻ പിന്നെ നിങ്ങളുടെ ലക്ഷ്യം പോലെ ഇരിക്കും. നിങ്ങൾക്കൊരു കോടീശ്വരനാകാനാണ് നിങ്ങൾ അതിനുവേണ്ടിയുള്ള ശ്രമം നടത്തുന്നെങ്കിൽ അത് ശനി സാധിച്ചു വരും. അല്ല, നിങ്ങൾക്കൊരു ലക്ഷപ്രഭു ആ രീതിയിലാണ്, അത് സാധിച്ചു വരും. അതല്ല, നിങ്ങൾക്കൊരു സമ്പന്നനാണ് എങ്കിൽ ശനി അങ്ങനെ ആക്കിത്തരും. നിങ്ങളുടെ വിഷൻ, നിങ്ങളുടെ കാഴ്ചപ്പാട്, നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ലെവലിലേക്ക് നിങ്ങളെ ഉയർത്തും. എന്തായാലും നിലവിലെ സാമ്പത്തിക സ്ഥിതി മാറി ഉയർന്ന സാമ്പത്തിക സ്ഥിതിയിലേക്കാവും, ഒരു സംശയവും വേണ്ട. ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അതിനു മുമ്പ് ഒരു കാര്യം പറയാം. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. സംഖ്യാ ജ്യോതിഷം, ഹസ്തരേഖ, ഗ്രഹനില, ഇതൊക്കെയാണ് വിശകലനം ചെയ്ത് താല്പര്യമുള്ളൊരു വാട്സപ്പ് ഇടുക. ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും. എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല, ഒരുപാട് മെസ്സേജാണ് വരുന്നത്. പറ്റുന്നവർക്ക് റിപ്ലൈ തരും. ചെയ്യുന്ന രീതി പറയും. ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. ഏതൊരു സാധാരണക്കാരനും ചെയ്യാവുന്ന ലളിതമായ കാര്യങ്ങൾ, ചെയ്താൽ ഗുണം മാത്രം ഉണ്ടാകുന്ന കാര്യങ്ങൾ. അത് ആവശ്യമുള്ളവർ ചെയ്യുക, അല്ലാത്തവർ ചെയ്യാതിരിക്കുക. ചെയ്യുന്ന രീതി പറയും. നല്ല എങ്ങനെയാണ് ക്ഷേത്രത്തിലൊക്കെ ചെയ്യാവുന്ന ലളിതമായ കാര്യങ്ങളെ പറയത്തുള്ളൂ. പിന്നെ വീട്ടിലും ചെയ്യാവുന്ന ലളിതമായ കാര്യങ്ങളെ പറയത്തുള്ളൂ. പിന്നെ നമ്മുടെ പ്രയത്നം കൂടെ അതിൻ്റെ അകത്ത് വേണ്ടി വരും. അതൊക്കെ കേട്ടിട്ട് ആവശ്യമുള്ളവർ ചെയ്യുക, അല്ലാത്തവർ ചെയ്യാതിരിക്കുക. ഇന്ന് ചെയ്താൽ നാളെ ഫലം കിട്ടുമെന്നൊന്നും വിചാരിക്കരുത്. ചിലർക്ക് കിട്ടും, ചിലർക്ക് ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും. അതൊക്കെ അവനവൻ്റെ ഒരു വിശ്വാസം പോലെ ഇരിക്കും. അത് അവനവൻ്റെ വിശ്വാസം, നമുക്ക് ഇന്ന വിശ്വാസം നമുക്ക് ചിന്തിക്കുന്ന പോലെയല്ല. ചിലർക്ക് ആത്മാർത്ഥമായ വിശ്വാസമായിരിക്കും, അവർക്ക് പെട്ടെന്ന് ഫലം കിട്ടും. അല്ലാത്തൊരു ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും. അതൊക്കെ അവനവൻ്റെ ആ മനസ്സിന്റെ ബലവും വിശ്വാസവും സമർപ്പണവും ഭക്തിയും പോലെ ഇരിക്കും. ഇത് അങ്ങനെയാണ്. ഇതൊക്കെ കേട്ടിട്ട് ആവശ്യമുണ്ട് ചെയ്യുക, അല്ല ചെയ്യാതിരിക്കുക. ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല. കാരണം വാട്സപ്പിലെ അവർക്ക് സമയത്തിന് തീരുന്നില്ല, അതാണ് സാഹചര്യം. അപ്പൊ ഇനിയും എല്ലാവർക്കും ഈ ശനി ഭഗവാനെ കുറിച്ചുള്ള കാര്യം എല്ലാവരും അറിയണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഇതറിഞ്ഞ് നിങ്ങളുടെ ജീവിതം മാറും, യാതൊരു സംശയവും വേണ്ട. ശനിയെക്കുറിച്ച് പല കാര്യങ്ങളും പറയാറുണ്ട്, പക്ഷെ ഞാനീ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതം അടിമുട്ടി മാറ്റിയിരിക്കും, സംശയം വേണ്ട. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം നർപ്പവി നർപ്പവി നർപ്പവി. ഞാൻ ഈ ഓം നർപ്പവി 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 എന്ന് പറഞ്ഞ ഒരു സിദ്ധമന്ത്രമാണ് കേട്ടോ. ഈ വീഡിയോ കാണുന്ന എല്ലാവരെയും മനസ്സിൽ സങ്കല്പിച്ചാ പറയുന്നത്. അവർക്കെല്ലാം ഉയർച്ച ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥനയിലാണ് പറയുന്നത്. അത് വെറുതെ ആകത്തില്ല. അതെപ്പോഴും ഓർത്തോണം. ഓം നർപ്പവി. എല്ലാം വിശദമായിട്ട് പറഞ്ഞുതരാം. അപ്പം ശനി ഭഗവാന് 3 കാര്യങ്ങൾ ചെയ്താൽ ഏതൊരു വ്യക്തിയെയും വളരെ സമ്പന്നനാക്കും, യാതൊരു സംശയം വേണ്ട. നിങ്ങളുടെ നിലവിലെ അവസ്ഥ എന്താണേലും മാറ്റും. വളരെ സാമ്പത്തിക ഉയർച്ചയിലേക്ക് വരും. എന്താണ് ശനിയുടെ പ്രാധാന്യം? എന്തുകൊണ്ടാണ് ശനിയെക്കുറിച്ച് പറയുന്നത്? ഞാൻ പറഞ്ഞു, പല കോടീശ്വരന്മാരും എന്ന് വെച്ചാൽ മിക്കവാറും എല്ലാ കോടീശ്വരന്മാരും ശനി അനുകൂലമായിട്ടുള്ളവരാണ്. അതിൻ്റെയൊക്കെ കാര്യം എന്താണ്? ഇതൊക്കെ അറിയുമ്പോഴേ ശനിയെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ കിട്ടത്തുള്ളൂ. വ്യക്തമായ ധാരണയിൽ നിന്ന് വ്യക്തമായ പരിഹാരം ഉണ്ടാകത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? വ്യക്തമായ ചിന്തകളിൽ നിന്ന് വ്യക്തമായ റിസൾട്ട് ഉണ്ടാകത്തുള്ളൂ. അപ്പം ശനി എന്ന് പറഞ്ഞാൽ
നമ്മൾ ചെയ്ത പ്രവൃത്തികൾക്ക്, കർമ്മങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ശിക്ഷ അല്ലെ ദണ്ഡന നൽകുന്ന ഗ്രഹമാണ് ശനി. നമ്മൾ ആര് കർമ്മങ്ങൾ ചെയ്താലും എന്ന് വെച്ചാൽ നമ്മുടെ പ്രവൃത്തികൾക്കനുസരിച്ച് നല്ലത് ചെയ്താൽ നമുക്ക് ഏറ്റവും നന്മയും നൽകും. നമ്മൾ ചെയ്ത തെറ്റുകൾ, കർമ്മദോഷങ്ങളുണ്ട്, അതിന് കൃത്യമായ ശിക്ഷ ശനി നൽകും. അത് മിക്കവാറും ജീവിതത്തിൽ അനുഭവത്തിൽ വരുന്നത് കണ്ടകശനി, ഏഴരശനി, ജന്മശനി ഈ ഒരു സമയങ്ങളിലോ അല്ലെങ്കിൽ ശനിദശയിലോ ഒക്കെ ആയിരിക്കാം. അപ്പോഴേ നിങ്ങൾ ശ്രദ്ധിച്ചുണ്ടായിരിക്കാം, വലിയ തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ കാണിച്ചാൽ പോലും കണ്ടകശനിയോ ഏഴരശനിയോ ജന്മശനിയോ അഷ്ടമശനിയോ പിടിക്കുമ്പോൾ ഈ വ്യക്തികൾക്കെതിരെ കേസ് വരിക, ഇവർ ചിലപ്പോൾ അകത്ത് പോവുക, ഇതൊക്കെ ഉണ്ടാകാം. നമ്മുടെ ഈ സമൂഹത്തിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ശനി പിടിച്ചാൽ ആര് വിചാരിച്ചാലും എത്ര സ്വാധീനം ഉണ്ടെങ്കിലും രക്ഷപ്പെടത്തില്ല. അപ്പം അതാണ് ശനി ഭയങ്കര നേരമുള്ള ഒരു ഗ്രഹമാണ്. നമ്മുടെ കർമ്മത്തിന് തെറ്റായ കർമ്മങ്ങൾക്ക് ശിക്ഷയും നല്ല കർമ്മങ്ങൾക്ക് ഏറ്റവും ഉയർന്ന ഐശ്വര്യങ്ങളും ശനി നൽകുമെന്നുള്ളതാണ്. ഇനി ശനിക്ക് പോസിറ്റീവായിട്ടുള്ള പലരുടെയും ജീവിതത്തിൽ ശനി പോസിറ്റീവായിട്ടുള്ള ചില കാര്യങ്ങൾ സംഭവിക്കും, ശനി നെഗറ്റീവ് ആയാലും ചില കാര്യങ്ങൾ സംഭവിക്കും. ശനി നെഗറ്റീവ് ആയാൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഠിനമായ ദുരിതങ്ങൾ. എന്ന് വെച്ചാൽ വീട്ടിൽ ഒരാൾക്ക് ഒരു പ്രശ്നം കഴിയുമ്പോൾ വേറൊരാൾക്ക് ഒരു പ്രശ്നം, അത് കഴിയുമ്പോൾ കടബാധ്യത, അത് കഴിഞ്ഞായിരിക്കും ചെറിയൊരു അപകടം എല്ലാം നടക്കുന്നത്. ഇങ്ങനെ ദുരിതങ്ങൾ ഒരു കണക്ഷനായിട്ട്, ചെയിൻ പോലെ കണക്ഷനായിട്ട് കഠിനമായ ദുരിതങ്ങൾ വരിക ശനി നെഗറ്റീവ് സ്വാധീനമാണ്. ശനിയുടെ നെഗറ്റീവായിട്ട് ആ വ്യക്തി ശനി പിടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനിയും അമിതമായ ജോലിഭാരം, എത്ര ജോലി ചെയ്തിട്ടും രക്ഷയില്ല, കഠിനമായ ജോലിഭാരം, അമിതമായ ജോലിഭാരം, മെന്റൽ അഗണി, മാനസികമായ എപ്പോഴും വേദനകളും മാനസികമായ ടെൻഷനും, ഒഴിയാത്ത ടെൻഷനുകൾ. പിന്നെ ഏതൊരു കാര്യത്തിനും കാലതാമസം. നമ്മളിപ്പോൾ ഒരു ഗൾഫിൽ പോകാൻ വേണ്ടി ഒരു കാര്യം കൊണ്ട് കൊടുത്തു കഴിയുമ്പോൾ അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരിക, നമ്മൾ കൊടുക്കുമ്പോഴായിരിക്കും അവിടെ യുദ്ധമായി, അതായി ഇതായി, കാലതാമസം. അതുപോലെ ഏതൊരു കാര്യത്തിനും തടസ്സങ്ങൾ, എന്തിന് പുറപ്പെട്ടാലും തടസ്സങ്ങൾ, പരിശ്രമങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നിഷ്ഫലമാകുക, അതുകൊണ്ട് പ്രയോജനമില്ലാതെ വരിക. പിന്നെ അർഹത ഉള്ള കാര്യം പോലും ചിലപ്പോൾ നമുക്ക് കിട്ടാൻ തടസ്സമുണ്ടാകുക. അതുപോലെ ഒറ്റപ്പെടുക, മനസ്സിനൊരു വല്ലാത്ത ഒരു നൈരാശ്യമുണ്ടാകുക, ഏകാന്തത, തെറ്റായ കൂട്ടുകെട്ടുകൾക്ക് പുറകെ പോവുക, തെറ്റായ സാമ്പത്തിക തട്ടിപ്പുകളിൽ പോയി ചാടുക, തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നവരായിട്ട് സൗഹൃദം സ്ഥാപിക്കുക, മോശം സാഹചര്യങ്ങളിലേക്ക് ചെന്ന് ചാടുക. ഇതൊക്കെ ശനി നെഗറ്റീവ് ആകുമ്പോൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങളാണ്. ശനി പോസിറ്റീവ് ആയാലും ആ വ്യക്തി ഏറ്റവും സമ്പന്നനായിരിക്കും, എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകുന്നവനായിരിക്കും, അവന് അടിക്കടി ഉയർച്ച ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പൊ ശനിയെ പോസിറ്റീവ് ആക്കാനുള്ള വിദ്യയാണ് പറഞ്ഞു തരുന്നത് 3 കാര്യങ്ങൾ. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ പ്രശ്നങ്ങളും തീർന്നു, ശരിയായിട്ട് മനസ്സിലാക്കി ചെയ്താൽ പിന്നെ നമ്മുടെ പ്രയത്നം കൂടെ വേണം. അതിൽ ആദ്യം പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ഈ ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും ലൈഫ് ചേഞ്ച് ആക്കും, അതുകൊണ്ട് ശ്രദ്ധിച്ചു കേട്ടോണം. ശനി എന്ന് പറഞ്ഞാൽ ഈ രാത്രിയിൽ സഞ്ചരിക്കുന്നവർ, രാത്രിയിൽ താമസിച്ചുറങ്ങുന്നവർ, രാത്രിയിൽ പല കുറ്റകൃത്യവും ചെയ്യുന്നവർ, ഇങ്ങനെയുള്ളവർക്കൊക്കെ ശനിയുടെ നെഗറ്റീവ് സ്വാധീനം കൂടുതലാണ്. രാത്രി എന്ന് പറഞ്ഞാൽ ശനി നെഗറ്റീവ് സ്വാധീനം ഉള്ളവരിൽ കൂടുതൽ പ്രവർത്തിക്കുന്ന ഒരു സമയമാണ്. പല കുറ്റകൃത്യങ്ങളും അല്ലെ പല പ്രശ്നങ്ങളും കലഹങ്ങളും വഴക്കങ്ങളും ഒക്കെ ഒരു രാത്രിയുടെ ഒരു സമയങ്ങളിൽ കൂടുതലായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ അവിടെ ശനി വളരെ നെഗറ്റീവായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ശനിക്ക് നെഗറ്റീവ് സ്വാധീനമുള്ളവർക്ക് രാത്രി സഞ്ചരിക്കാൻ താല്പര്യമുള്ളവരായിരിക്കും. കള്ളന്മാരെ, മറ്റു തെറ്റുകൾ ചെയ്യുന്നവരെ, ഇവരൊക്കെ ഈ അസമയങ്ങളിൽ സഞ്ചരിക്കാൻ അവർക്ക് നല്ല ധൈര്യമായിരിക്കും. ഏത് കാട്ടിക്കൂടെയും പാമ്പുള്ള പറമ്പിൽ കൂടെയും ഒക്കെ ഇവർ സഞ്ചരിക്കും. അപ്പൊ ഇവര് ഈ മോഷ്ടാക്കളും ഒക്കെ അവരൊക്കെ ശനിയുടെ നെഗറ്റീവ് സ്വാധീനമുള്ളവരാണ്. അപ്പോൾ ശനിയെ പോസിറ്റീവ് ആക്കാൻ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം ശ്രദ്ധിച്ചു കേട്ടോണം. രാത്രിയിൽ അധികം വൈകി ഇരിക്കാതെ നേരത്തെ കിടന്നുറങ്ങാൻ ശ്രമിക്കണം. ഒരു 9 മണിയോ 9:30-ക്കോ 10 മണി കഴിയരുത്, ഒരു 9:30-ക്കോ ഒക്കെ കിടന്നുറങ്ങാൻ ശ്രമിക്കണം. കാരണം രാത്രി അധികം വൈകും തോറും ശനിയുടെ നെഗറ്റീവ് സ്വാധീനം ഉള്ളവരിൽ അത് കൂടുതൽ നെഗറ്റീവ് ആക്കിക്കൊണ്ടിരിക്കും. കാരണം അങ്ങനെ രാത്രി ഇരിക്കുന്നവർക്ക് അപ്പോഴേ ഈ പല ദുർചിന്തകളും തോന്നും. മനസ്സിൽ പല ദുർചിന്തകളും മനസ്സിൽ തോന്നി തുടങ്ങുന്നത് ഈ അസമയങ്ങളിലാണ്. ഉറക്കളച്ചിരിക്കുന്നവർ അവരുടെ മനസ്സിൽ പലതും തോന്നും ചിലപ്പോൾ, മനസ്സിലായില്ലേ?
അപ്പോൾ ആ നെഗറ്റീവ് സ്വാധീനം ഉള്ളവർക്ക് അത് കൂടുതൽ നെഗറ്റീവ് ആകും. അപ്പോൾ ഒരു 9:30-ക്കെങ്കിലും സാധിക്കുമെങ്കിൽ, എന്ന് വെച്ചാൽ നിങ്ങൾക്കാണെങ്കിൽ അത്യാവശ്യം ഉണ്ടെങ്കിൽ വൈകിട്ട് നേരത്തെ കിടക്കണമെന്ന് ഞാൻ പറയുന്നില്ല. അത്യാവശ്യം ഉള്ളപ്പോൾ നിങ്ങൾ ഇരിക്കണം. എങ്കിലും പറ്റുന്നവർ ഒരു 9:30-ക്കെങ്കിലും, അല്ലെങ്കിൽ ഒരു 10 മണി അതിൽ മേലോട്ട് പോകരുത്. 9-9:30 ഏറ്റവും നല്ലത്. കിടക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഒരു 9:45, 10 മേലോട്ട് പോകരുത്. അതോടൊപ്പം വെളുപ്പിനെ ഒരു 5:30-ക്കെങ്കിലും എഴുന്നേക്കണം. ഈ 2 കാര്യങ്ങൾ ശനിയെ പോസിറ്റീവ് ആക്കാൻ പറ്റും. വെളുപ്പിനെ 5:30-ക്ക് എഴുന്നേക്കണം. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ 5:30-ക്ക് എഴുന്നേൽക്കുക എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഒരുമാതിരി ഇരുട്ടുള്ള സമയമാണ്. ആ സമയത്ത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മുടെ പ്രപഞ്ചത്തിൽ ദിവ്യമായ ഒരു ബോധം, പ്രപഞ്ചബോധം ഉള്ള ഒരു സമയമാണ് ഈ 5:30 എന്ന് പറയുന്നത്. കാരണം പ്രകൃതിയിൽ ഒരു ഉണർവ് വരുന്ന സമയമാണ്. ആ സമയത്താണ് ഋഷിമാരും മഹർഷിമാരും ഒക്കെ പല ധ്യാനങ്ങളും ഒക്കെ ചെയ്യുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഋഷിമാരും മഹർഷിമാരും ഒക്കെ ചെയ്യുന്നത് അവർ 7 മണിയാകുമ്പോൾ ഒക്കെ കിടക്കും. വെളുപ്പിന് ഒരു 4 മണിയോ അല്ലെങ്കിൽ 3 മണിയോ ഒക്കെ ആകുമ്പോൾ എഴുന്നേക്കും. കാരണം അവർക്ക് ആ ഈശ്വര ചൈതന്യത്തെ അറിയാം. നമ്മൾ 7 മണിയാകുമ്പോൾ കിടക്കണമെന്നൊന്നും ഞാൻ പറയത്തില്ല. പറ്റുവാണെങ്കിൽ ഒരു 9:30 ആകുമ്പോഴെങ്കിലും കിടക്കുക. 10 മണിക്കുള്ളിൽ കിടക്കാൻ ശ്രമിക്കുക. പിന്നെ ആവശ്യമുള്ളവർ ചില ദിവസങ്ങളിൽ ചില വർക്കുണ്ടെങ്കിൽ ചില ദിവസങ്ങളിൽ ഇരിക്കുന്നവർക്ക് ഇരിക്കുക, പറ്റുന്നവർ ചെയ്യുക. ഒരു 9:30 ആകുമ്പോഴെങ്കിലും കിടക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ 10 മണിക്കുള്ളിൽ. രാവിലെ ഒരു 3 മണിക്ക് എഴുന്നേക്കാമെന്ന് ഞാൻ പറയുന്നില്ല. നമ്മൾ സാധാരണക്കാരാണ്, അതുകൊണ്ട് നമ്മളൊരു 5:30-ക്കെങ്കിലും എഴുന്നേക്കാൻ ശ്രമിക്കുക. ദിവ്യമായ പ്രപഞ്ചത്തിൽ ഒരു ഈശ്വരബോധം പ്രവഹിക്കുന്ന സമയമാണ് ഈ 5:30. 3 മണി തൊട്ടുണ്ട്, 3:30 തൊട്ടുണ്ട്. പക്ഷെ 5:30-ഒക്കെ നിങ്ങൾ എഴുന്നേറ്റാലും മതി. ആ സമയത്ത് ഈശ്വരനെ വിളിക്കണം. ആ സമയത്ത് ചെയ്യുന്ന പ്രാർത്ഥനകൾ പെട്ടെന്ന് ഫലം കാണും. ആ സമയത്ത് മനസ്സിൽ തോന്നുന്ന ചിന്തകൾ ജീവിതത്തിൽ നടക്കും. ആ സമയത്ത് നല്ല കാര്യങ്ങളെ മനസ്സിൽ തോന്നത്തുള്ളൂ. നല്ല തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും. നെഗറ്റീവ് ചിന്തകൾ മനസ്സിൽ വരത്തില്ല. ശ്രദ്ധിച്ച് കേട്ടോണം. നെഗറ്റീവ് ചിന്തകൾ മനസ്സിൽ വരത്തില്ല ആ സമയം. ആ സമയത്ത് പ്രാർത്ഥനകൾ നടത്താം, ധ്യാനിക്കാം. എന്നിട്ട് നിങ്ങൾക്ക് രാവിലെ കുളിച്ച് നിങ്ങളുടെ ജോലിയിലേക്ക് പ്രവേശിക്കാം, അല്ലെ ജോലിക്ക് വേണ്ട കാര്യങ്ങൾ രാവിലെ ചെയ്യാം. പിന്നെ കിടക്കരുത്. ഇതാണ് ഒന്നാമത്തെ കാര്യം. പരീക്ഷിച്ച് നോക്കിക്കോ. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ഉറപ്പായിട്ട് മാറ്റം വന്നിരിക്കും. ജീവിതം മാറിയിരിക്കും. ശനിയുടെ നെഗറ്റീവ് സ്വാധീനം മാറ്റി പോസിറ്റീവ് സ്വാധീനമാക്കാനുള്ള ഒരു വിദ്യയാണ്. ഇനി രണ്ടാമത്തെ വിദ്യ, ശനിയാഴ്ച വൈകിട്ട് കൃഷ്ണക്ഷേത്രത്തിൽ പോകണം. പോയി കൃഷ്ണ ഭഗവാന് നെയ്വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുക. ഇത് ശനിയാഴ്ചകളിൽ സാധിക്കുന്ന പോലെ ആവർത്തിക്കണം. രാവിലെ അല്ല, വൈകിട്ടാണ്. ശനി നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും മാറ്റിയിരിക്കും. അപ്പൊ അതെന്താ കൃഷ്ണനെ ശനിയാഴ്ച പോയി വൈകിട്ട് നെയ്വിളക്ക് തെളിയിക്കാൻ പറഞ്ഞത്? ശരിക്കും മനസ്സുറപ്പിച്ച് തന്നെ പറഞ്ഞത് വ്യക്തമാണ്, സത്യമാണ്, ശരിയാണ്. കൃഷ്ണനെ എന്തിനാ ശനിക്ക് വേണ്ടി വിളിക്കുന്നത്? കൃഷ്ണൻ എന്തിനാ ശനിയാഴ്ച പോകുന്നത്? പറഞ്ഞുതരാം. ക്ലിയറായിട്ട് പറഞ്ഞുതരാം. ക്ലിയർ കട്ടായിട്ട് പറഞ്ഞുതരാം. ഉറച്ച മനസ്സോടുകൂടിയായി പറയുന്നത്. അതായത് ശനിയാഴ്ചകൾ നമ്മൾ ഈശ്വരനെ ഭജിച്ചാൽ നമ്മുടെ ദുരിതങ്ങൾ മാറും. പിന്നെ എന്തുകൊണ്ട് കൃഷ്ണനെ ശനിയാഴ്ച വിളിക്കാൻ പറഞ്ഞു? സാറിന് ശിവനെ അല്ലേ വിളിക്കുന്നത്? ശിവനെ വിളിക്കുന്നത് നല്ല തന്നെയാണ്. എന്തുകൊണ്ട് ഇവിടെ ഞാൻ കൃഷ്ണനെ പറഞ്ഞു? കൃഷ്ണൻ എവിടെ ഉണ്ടോ അവിടെ വിജയമുണ്ട്. ശ്രദ്ധിച്ച് കേട്ടോണം. കൃഷ്ണൻ എവിടെ ഉണ്ടോ അവിടെ വിജയമുണ്ട്. കൃഷ്ണൻ എവിടെ ഉണ്ടോ അവിടെ പ്രശ്നങ്ങളില്ല. കൃഷ്ണൻ എവിടെ ഉണ്ടോ അവിടെ ദുരിതങ്ങളില്ല. അതെന്തുകൊണ്ടാണ്? മഹാഭാരത യുദ്ധത്തിൽ ഭഗവാൻ ഉള്ളതുകൊണ്ടാണ് അവർ വിജയിച്ചത്. കൃഷ്ണൻ എവിടെ ഉണ്ടെങ്കിലും അവിടെ വിജയമുണ്ട്. കാരണം ഭഗവാൻ അത് ഈശ്വരനാണ്. അപ്പം കൃഷ്ണന്റെ കയ്യിൽ എല്ലാത്തിനും പരിഹാരമുണ്ട്, ഉപായമുണ്ട്. അതാണ് ഭഗവാന്റെ പ്രത്യേകത. ശനിയെ മെരുക്കാനും ശനിയെ അനുകൂലമാക്കാനും ഭഗവാന് സിമ്പിളായിട്ട് ഭഗവാന്റെ കയ്യിൽ ഉപായമുണ്ട്. ഭഗവാൻ ഉള്ളിടത്ത് വിജയമുണ്ട്. അപ്പം ഭഗവാനെ ശനിയാഴ്ച ദുരിതങ്ങൾ തീരുന്ന ആ ദിവസം രാവിലെയല്ല, വൈകുന്ന പാട് ഏത് ക്ഷേത്രത്തിൽ വഴിപാട് ചെയ്താലും പെട്ടെന്ന് ഫലം. രാവിലെ ചെയ്യുന്ന നല്ലത് തന്നെ, മോശമാണെന്നല്ല പറഞ്ഞാൽ പെട്ടെന്നൊരു റിസൾട്ട് കിട്ടാൻ. അതെന്താ വൈകുന്നപാട് ചെയ്താൽ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നു? വൈകുന്നപാട് പാപശമനം ഉണ്ടാകും. നമ്മളുടെ പാപങ്ങൾ ശമിക്കാതെ നമ്മൾ എന്ത് ചെയ്താലും നമുക്ക് അതിനൊരു ഫലം കിട്ടാൻ തടസ്സം ഉണ്ടാകും. പാപങ്ങൾ ശമിക്കണം. മനസ്സിലായില്ലേ? അല്ലെ വെള്ളത്തിൽ വരയ്ക്കുന്ന വര പോലെയുള്ളൂ. വെള്ളത്തിലൊരു വര വരച്ചാൽ കാണാൻ പറ്റുമോ? വരച്ചു കഴിയുമ്പോൾ അത് കാണത്തില്ല. എന്ന് പറഞ്ഞാൽ പാപം ഉണ്ടെങ്കിൽ പാപം തീരണം. എങ്കിൽ നമുക്ക് ആ ചെയ്യുന്ന വഴിപാടുകൾക്ക് പെട്ടെന്ന് ഫലം കിട്ടത്തുള്ളൂ. അപ്പൊ വഴിപാട് ചെയ്താൽ പെട്ടെന്ന് പാപശമനം ഉണ്ടാകും. ഇനി ശനിയാഴ്ച ചെയ്യുന്ന കാര്യങ്ങൾ ദുരിതശമനം ഉണ്ടാക്കും. അതുകൊണ്ട് ശനിയാഴ്ച വൈകുന്നപാട് കൃഷ്ണൻ ഒരു നെയ്വിളക്ക്, ക്ഷേത്രത്തിൽ കിട്ടുന്ന 15-20 രൂപയുടെ നെയ്വിളക്ക്, സാധാരണ നെയ്വിളക്ക്, അത് അല്ലെങ്കിൽ നെയ്യ് സമർപ്പിച്ച് ഭഗവാനോട് പ്രാർത്ഥിക്കുക. ഇത് ശനിയാഴ്ചകൾ സാധിക്കുന്ന പോലെ ആവർത്തിക്കുക.
ഉറപ്പായിട്ടും ശനി ആ വ്യക്തിയെ അനുഗ്രഹിച്ചിരിക്കും. ആ വ്യക്തിയുടെ ദുരിതങ്ങൾ മാറും. അപ്പൊ ശനിയോടല്ല പ്രാർത്ഥിക്കുന്നത്, കൃഷ്ണനോടാണ്. ഓർത്തോണം, ഭഗവാൻ എന്നുള്ള ഉപായം കണ്ടോളും. ശനിയെ ഭഗവാൻ നമുക്ക് അനുകൂലമാക്കി തന്നോളും. പിന്നെ നമുക്ക് അനുകൂലമായിട്ട് ശനി പ്രവർത്തിക്കത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെയുള്ള വഴികളാണ് എൻ്റെ വഴികൾ. അത് കൃത്യമാണ്, അത് സത്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ഇനിയും മൂന്നാമത്തെ കാര്യം, ശനിയാഴ്ച ദാനധർമ്മങ്ങൾ ചെയ്യണം. പ്രത്യേകിച്ച് അന്നദാനം, വിശക്കുന്നവർക്ക് ആഹാരം മേടിച്ചു കൊടുക്കുക. ശ്രദ്ധിച്ചു കേട്ടോണം, വൃദ്ധ ജനങ്ങളെ സഹായിക്കുക. ശനി പെട്ടെന്ന് പ്രസാദിക്കും. അച്ചട്ടാണ്, ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. വൃദ്ധ ജനങ്ങളെ സഹായിക്കുക. സഹായം ആർക്ക് ആവശ്യമുണ്ടോ അവർക്ക് ഏത് ദിവസം വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അതിൻ്റെ അകത്ത് ഒരു കുഴപ്പമില്ല, ദിവസമൊന്നും നോക്കണ്ട. അതിൻ്റെ കൂടെ ശനിയാഴ്ചയും കൂടെ ചെയ്യുവാണെങ്കിൽ നല്ലതാണ്. അന്നദാനം, അതുപോലെ ആഹാരം മേടിച്ചു കൊടുക്കുക അർഹരായവർക്ക്. പിന്നെ വൃദ്ധജനങ്ങളെ സഹായിക്കുക. വൃദ്ധജനങ്ങളെ സഹായിക്കുന്നത് എങ്ങനെയാ? ഇപ്പോൾ ഒരു വയസ്സായ ഒരാൾ റോഡ് ക്രോസ് ചെയ്യാൻ ബുദ്ധിമുട്ടുന്നു, അവരെ നമ്മൾ ഹെൽപ്പ് ചെയ്യുക. പിന്നെ ആഹാരം ആവശ്യമുള്ളവർക്ക് വാങ്ങിച്ചു കൊടുക്കുക. അവരോട് അല്പനേരം ഇരുന്ന് അവർക്ക് അല്പം സന്തോഷം കൊടുക്കുക, അവരോട് സംസാരിക്കുക. ഈ വൃദ്ധരായ പല ആളുകൾക്കും ഒറ്റപ്പെടൽ ഉണ്ടാകാറുണ്ട്. കാരണം ഒരു പ്രായമായി കഴിഞ്ഞാൽ പലരും അവരെ മൈൻഡ് ചെയ്യത്തില്ല. വീട്ടിലുള്ളവർ പോലും മൈൻഡ് ചെയ്യാത്തതായിട്ട് ഞാൻ കാണുന്നുണ്ട്. കാരണം അവരെ കൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല എന്നുള്ള രീതിയിലായിരിക്കും. ഒരു ഒറ്റപ്പെടൽ അനുഭവപ്പെടുന്നുണ്ട്. അത് ഒറ്റപ്പെടലാണ് ഏറ്റവും ജീവിതത്തിലെ വലിയ ദുരിതം. അപ്പോൾ നമ്മൾ അവരോട് സംസാരിക്കുക, അവർക്ക് അല്പനേരം അവരുടെ അടുത്തിരുന്ന് സംസാരിക്കുക. അവരുടെ അടുത്തിരുന്ന് സംസാരിക്കാൻ ആരുമില്ല. കാരണം ഈ വാർദ്ധക്യാവസ്ഥയിൽ അവർക്ക് പ്രത്യേകിച്ച് ആർക്കും ഒന്നും ചെയ്തു കൊടുക്കാനില്ല. അതുകൊണ്ട് അവരുടെ അടുത്തിരുന്ന് സംസാരിക്കാൻ ആളും കാണത്തില്ല, മക്കൾ പോലും കാണത്തില്ല. അപ്പം നമ്മൾ പറ്റുന്ന പോലെ അവരുടെ അടുത്തിരുന്ന് സംസാരിക്കുക, അവർക്ക് അല്പം സ്നേഹം കൊടുക്കുക. അതെന്ത് കാര്യമാണെന്നറിയോ? അവരുടെ ആ മനസ്സൊന്ന് സന്തോഷിക്കുമ്പോൾ ഈശ്വരൻ നമ്മൾക്ക് എല്ലാം അനുകൂലമായിട്ട് വരും. ശനിപ്രീതി ഉണ്ടാകും, സർവേശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകും. അവർക്ക് സന്തോഷം കൊടുക്കുക, അവരുടെ അടുത്ത് സംസാരിക്കുക. പിന്നെ ഈ വൃദ്ധസദനങ്ങളൊക്കെ ഉണ്ട്, പറ്റുന്ന ജെനുവിനായിട്ടുള്ളിടത്ത് അന്നദാനം, അതിനുള്ള സഹായങ്ങൾ ചെയ്യുക. നമ്മൾ വൃദ്ധസദനങ്ങളിൽ പോവുകയാണെങ്കിൽ അവിടുത്തെ ജെനുവിനായിട്ടുള്ളിടത്തായിരിക്കണം. നമ്മളൊരു അന്നദാനമോ അല്ലെങ്കിൽ പൈസയോ ഒക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും അവരുടെ അടുത്ത് പോയി അവരോട് സംസാരിക്കുകയും കൂടെ വേണം. അവർക്ക് ആരെങ്കിലും ഒക്കെ ഉണ്ടെന്ന് തോന്നണം, അപ്പോഴേ അത് പൂർണ്ണമാകത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മളവിടെ പോയി വരി കൊടുത്തു പോകുന്നു, അതല്ല. അവരോട് അല്പനേരം ഇരുന്ന് സംസാരിക്കുക, അവർക്ക് ഇച്ചിരി സ്നേഹം കൊടുക്കുക. അപ്പോഴാ ശനീശ്വരൻ ആ വ്യക്തിയെ രക്ഷപ്പെടുത്തിയിരിക്കും. ഞാൻ സത്യസന്ധമായിട്ടാണ് പറയുന്നത്. കാരണം ഇത് പറയാൻ ഞാൻ പറഞ്ഞുതരാൻ എനിക്കൊരു കാരണമുണ്ട്. അത് ഞാനൊരു 5 മിനിറ്റ് കൊണ്ട് പറയാം. പലർക്കും എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാമെങ്കിലും ഞാനൊരു 5 മിനിറ്റ് ഇവിടെ പറയേണ്ടതായിട്ടുള്ളതുണ്ട്. അത് കഴിഞ്ഞ് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു തരാനുണ്ട്. ഞാനൊരു 5 മിനിറ്റ് കൊണ്ട് പറഞ്ഞുതരാം. അതായത് ശനി ഭഗവാൻ, ഞാൻ ശനിയാഴ്ചകൾ ഒരു വൃദ്ധയായ അമ്മ, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ അവിടെ ഇന്നും വന്ന് നിൽക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത്, അവർക്കെല്ലാം ശനിയാഴ്ച അവർ വരുന്നത്, അതുകൊണ്ട് ഞാൻ പ്രത്യേകം ഓർത്തിരിക്കുന്നത്. എൻ്റെ ഒരു സുഹൃത്ത് അവർക്ക് പൈസ കൊടുക്കും. അപ്പം ഞാനൊന്നും കൊടുക്കത്തില്ല, എന്നെ കൊടുക്കാനില്ലതാനോ, സത്യമാട്ടോ. അപ്പോഴത്തേനും എൻ്റെ സുഹൃത്ത് അവിടെ നിന്ന് ജോലി നിർത്തിപ്പോയി, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്ന്. അത് കഴിഞ്ഞ് ഈ അമ്മ അവിടെ വന്ന്, ഈ വൃദ്ധയായ അമ്മ വന്നു, ഞാൻ ഇന്നും ഓർക്കുന്ന ഒരു ചോറ്റുപാത്രം കൊണ്ട് ഇങ്ങനെ നിൽക്കും. അതിൻ്റെ അകത്ത് പൈസ ഇട്ട് കൊടുക്കും. അമ്മയ്ക്ക് ആരുമില്ല, എനിക്ക് കൂടുതൽ അറിയില്ല അമ്മയെക്കുറിച്ച്. അപ്പം ഇവർക്കറിയത്തില്ല എൻ്റെ സുഹൃത്ത് അവിടെ നിന്ന് ജോലിയിൽ നിന്ന് പോയെന്ന്. ഇവരോട് ആരും സംസാരിക്കത്തുമില്ല, കാരണം ആരും ഇവരെ മൈൻഡ് ചെയ്യത്തുമില്ല. ഞാൻ എല്ലാ ശനിയാഴ്ച എൻ്റെ സുഹൃത്ത് കൊടുക്കുന്ന കാണുന്നുണ്ട്. അപ്പം ഞാൻ എന്നെ അടുത്തു, അവരോട് കൂടുതൽ നമ്മൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ സുഹൃത്ത് കൊടുക്കുന്ന പോലെ തന്നെ ഞാൻ പൈസ കൊടുക്കാൻ തുടങ്ങി. അന്ന് ശരിക്കും പറഞ്ഞാൽ 10 രൂപയ്ക്കോ 12 രൂപയ്ക്കോ വണ്ടിക്കൂലിക്ക് പോലും ബുദ്ധിമുട്ടുള്ള സമയം ഞാനൊരു 50 രൂപയും കൊടുക്കും. അല്ലെ ചിലപ്പോൾ നമ്മൾ എന്നെങ്കിലും ചായ കുടിക്കാനും വെച്ചിരിക്കുന്നൊക്കെ ആയിരിക്കും, പൈസ 50 രൂപയ്ക്ക് എടുത്ത് കൊടുക്കും. സന്തോഷമാണ്, അമ്മയ്ക്ക് ഞാൻ കൊടുക്കും. ഈ ശനിയാഴ്ചകൾ ഈ അമ്മ വരുമെന്ന് എനിക്കറിയാം. ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ ഞാൻ 30 50 അന്ന് വലിയ കാര്യമാണ് അത്, അങ്ങനെ ഞാൻ കൊടുക്കും. ഇത് വർഷങ്ങളോളം കുറേ നാൾ ഞാൻ ചെയ്തു. പിന്നെ അമ്മയെ കാണാനില്ലായിരുന്നു, എന്തോ സംഭവിച്ചെന്ന് എനിക്കറിയില്ല. ഇന്ന് ഞാൻ സത്യസന്ധമായിട്ട് പറയുന്നു, എൻ്റെ ജീവിതത്തിൽ അത് കഴിഞ്ഞാൽ പിന്നെ ഒരു സമയം പോലും എനിക്ക് വർക്കില്ലാതിരുന്നിട്ടില്ല. ഞാൻ പിന്നെ ജ്യോതിഷത്തിലേക്ക് ഫുൾ ടൈം വന്നു.
ഞാൻ കൊറോണ സമയത്ത് പോലും 14 ദിവസം ക്വാറന്റൈനിലായ ഒഴിച്ച് ഫുൾ ടൈം എനിക്ക് ചെയ്യാൻ പറ്റാത്ത പോലെ വർക്കുകൾ വന്ന് കിടപ്പുണ്ട്. ഞാൻ ഒരിക്കലും ഫ്രീ അല്ല, എൻ്റെ കഴിവല്ല. ഒരു പക്ഷേ ഈ കൈകൊണ്ട് ചെയ്ത ആ പുണ്യത്തിൻ്റെ ആയിരിക്കാം. ആ അമ്മയെ കൊടുക്കാന്ന് പറഞ്ഞാൽ സർവേശ്വരൻ കണ്ടുകൊണ്ടിരിക്കുമല്ലേ. പിന്നെ ശനീശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകും വൃദ്ധജനങ്ങൾക്ക്. ഞാൻ പലപ്പോഴും ആ അമ്മയെ ചിന്തിക്കാറുണ്ട്. മരിച്ചുപോയി കാണാൻ എനിക്കറിയത്തില്ല അവരെ കുറിച്ചൊന്നും. ഞാൻ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്, അല്ലെ ചുമ്മാ ഒരു വീഡിയോയ്ക്ക് വേണ്ടി അവിടുന്ന് ഇവിടുന്ന് കാണുന്ന കാര്യമോ അല്ലെ ചുമ്മാ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിനെക്കാട്ടിയും വീഡിയോ ആളുകൾ കണ്ടെന്നിരിക്കും. സത്യമില്ലാത്ത കാര്യം പറയത്തില്ല. കാണുന്നവർ കണ്ടാൽ മതി, അവർക്ക് ഗുണമുണ്ടാവും. നമ്മളൊരു വീഡിയോയിൽ ഒരു കാര്യം പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ഹൃദയത്തിലൊരു സന്തോഷമുണ്ട്. ഈശ്വര, ഞാൻ പറഞ്ഞ സത്യമുള്ള കാര്യമാണല്ലോ, അല്ലെ ചുമ്മാ വീഡിയോയ്ക്ക് വേണ്ടി ആളുകൾ കാണാൻ വേണ്ടി ഒന്നും അല്ലല്ലോ, ഒരു സത്യമുള്ള കാര്യമാണ്. അത് മതി നമുക്ക്. വീഡിയോ ചെയ്ത് കഴിയുമ്പോൾ ഒരു സന്തോഷമുണ്ട്. പിന്നെ ആവശ്യമുള്ളവരെ പ്രയോജനപ്പെടുത്തട്ടെ. ഞാൻ അനുഭവത്തിൽ നിന്ന് പറഞ്ഞത്, വൃദ്ധജനങ്ങളെ ശനിയാഴ്ചകൾ അവർക്ക് സഹായിക്കുക. പിന്നെ ഏത് ദിവസം ഒരു സഹായം ആവശ്യമുള്ളവർക്ക് ദിവസം നോക്കരുത്, എന്ന് വേണമെങ്കിലും ചെയ്യാം. ശനിയാഴ്ച കൂടെ ചെയ്യുക, ശനീശ്വരന്റെ പ്രീതികളുണ്ടാവും കേട്ടോ. എന്ന് വെച്ചാൽ ഒരാൾ ഒരു സഹായം ചോദിച്ചു, ശനിയാഴ്ചത്തേക്ക് മാറ്റി വെക്കരുത്, അപ്പം തന്നെ പറ്റുവാണെങ്കിൽ ചെയ്തു കൊടുക്കുക. ശനിയാഴ്ചയും കൂടെ പറ്റുന്ന സഹായങ്ങൾ ചെയ്യുക. മനസ്സിലാകുന്നുണ്ടോ? സത്യസന്ധമായിട്ട് ശനീശ്വരൻ നിങ്ങൾക്കെല്ലാം നൽകും. നിങ്ങൾ ഒരിക്കലും വെറുതെ ഇരിക്കേണ്ട ആവശ്യം വരത്തില്ല. അറിയേണ്ട കാര്യങ്ങൾ അറിയണം, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം, ശനിയെക്കുറിച്ച് അറിയണം. ഇനിയും ഈ ചില ആളുകൾ എന്നോട് പറയാറുണ്ട്, എനിക്ക് പലപ്പോഴും പലരും പറയാറുണ്ട്, സാറേ ഞാൻ ക്ഷേത്രത്തിൽ ചെന്ന് കഴിയുമ്പം അല്ലെ പലയിടത്തും ഇരിക്കുമ്പോൾ നെഗറ്റീവായിട്ട് പല ചിന്തകളും വരുന്നു. അതൊരു കുറ്റമല്ല കേട്ടോ. അറിയാതെ ചിലപ്പോൾ നെഗറ്റീവായിട്ട് ചില ചിന്തകൾ വരും. അങ്ങനെ പലരും പറയാറുണ്ട്. ഞാൻ പലർക്കും പല വിദ്യകളും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അവർക്കൊക്കെ അത് പ്രയോജനം ചെയ്തിട്ടുണ്ട്. എങ്കിലും എല്ലാവർക്കും വേണ്ടി പറഞ്ഞു തരാം. ഇപ്പം നമ്മൾ എവിടെ ഇരിക്കുമ്പോഴും നമ്മുടെ മനസ്സിലേക്ക് ചിലപ്പോൾ മോശമായ നെഗറ്റീവായിട്ടുള്ള ചില ചിന്തകൾ വരും. അതിന് ഞാൻ പറയുന്ന ഒരു വിദ്യ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. ഞാൻ പറയുന്ന ഒരു വിദ്യ ചെയ്ത് പലർക്കും കാണാതെ പോയ സാധനം കിട്ടിയിട്ടുണ്ട്. ഒരുപാട് പേർക്ക് അത് ഇപ്പം എനിക്ക് കിട്ടുന്ന ഒരു സംഭവമാണത്. ആ വിദ്യ അത് വേറെ ആരും പറഞ്ഞു തരാനും പറ്റത്തില്ല. അപ്പം അത് എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം. കാണാതെ പോയ സാധനം കിട്ടുന്ന ഒരു വിദ്യ, അത് വീഡിയോ കാണുന്നവർക്കറിയാം. ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്, നിങ്ങൾക്ക് എപ്പം നെഗറ്റീവ് ചിന്ത വന്നാലും അതിനെ ഇല്ലാതാക്കാനുള്ളൊരു വിദ്യ. ശ്രദ്ധിച്ചു കേട്ടോണം. നിങ്ങൾ പരീക്ഷിച്ച് നോക്കൂ. നിങ്ങൾ നെഗറ്റീവ് ചിന്തകൾ മനസ്സിൽ വരുമ്പോൾ ഇങ്ങനെ മനസ്സിൽ പറയുക, ഞാനൊന്നും പറയത്തില്ല, ഞാനൊന്നും ചെയ്യത്തുമില്ല, ഞാനൊന്നും പറഞ്ഞിട്ടുമില്ല, ഞാനൊന്നും ചെയ്തിട്ടുമില്ല എന്ന് മനസ്സിൽ 4 വരി പറയണം. അതിനുശേഷം ഓം ഐം ക്ലീം സൗ ഹ്രീം ഭദ്രകാളിയെ നമഃ എന്ന് മനസ്സിൽ ജപിക്കുക. ഇത്രയും മതി. ഇത് നിങ്ങൾ എപ്പോൾ നെഗറ്റീവ് ചിന്ത വന്നാലും ചെയ്യുക. ആദ്യമൊക്കെ ഇത് ചെയ്യുമ്പോഴും പിന്നെ ചിലപ്പോൾ നെഗറ്റീവ് വരും, പക്ഷെ കുറഞ്ഞു വരും. പിന്നെ നെഗറ്റീവ് ചിന്തയെ വരത്തില്ല. 4 വരികൾ ആദ്യം പറയണം. ഞാനൊന്നും പറഞ്ഞിട്ടില്ല, ഞാനൊന്നും പറയത്തില്ല, ഞാനൊന്നും ചെയ്യത്തില്ല, ഞാനൊന്നും പറഞ്ഞിട്ടുമില്ല, ഞാനൊന്നും ചെയ്തിട്ടുമില്ല. ഓം ഐം ക്ലീം സൗ ഹ്രീം ഭദ്രകാളിയെ നമഃ മനസ്സിൽ പറയുക. ഇത്രയും. നെഗറ്റീവ് ചിന്തകൾ നിങ്ങളെ ഒരിക്കലും അലട്ടത്തില്ല. ഇത് ലോകത്ത് ആരും ഇതുപോലെ നിങ്ങൾക്ക് പറഞ്ഞു തരത്തില്ല. പറഞ്ഞു തരണമെങ്കിൽ ഇതറിയണമെങ്കിൽ തമ്പുരാൻ വിചാരിക്കണം. ഇങ്ങനെയുള്ള അറിവൊക്കെ എന്ന് പറഞ്ഞാൽ അത് തമ്പുരാൻ ഈശ്വരൻ നമ്മളോട് പ്രവർത്തിക്കുമ്പോഴേ അത് വരത്തുള്ളൂ. ഇനിയും കാണാതെ പോയ സാധനം തിരിച്ചു കിട്ടുന്ന ഒരു വിദ്യയും കൂടെ പറഞ്ഞു തന്നേക്കാം. കാരണം ഇത് പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് പ്രയോജനപ്പെട്ട് ഒരുപാട് ആളുകൾക്ക് ഒരുപാട് സാധനം തിരിച്ചു കിട്ടിയിട്ടുണ്ട്. അതായത് നമുക്കൊരു സാധനം കാണാതെ പോയി. ഇപ്പം ഞാനൊരു ഉദാഹരണം നിങ്ങൾക്ക് പറയാം. ഇപ്പം ഇത് എൻ്റെ കണ്ണാടി ഇടുക. ഇത് കണ്ണാടി ഉണ്ടെന്ന് വിചാരിച്ചു, ഇത് കണ്ണാടി ഉണ്ട്, ഇത് കാണാൻ പോയെന്ന് വിചാരിച്ചു. അപ്പം ആദ്യം എന്നാ ചെയ്യണമെന്ന് അറിയാമോ? ഈ സാധനം, ഈ കണ്ണാടിയുടെ ഇത് കാണാതെ പോയി, അതൊന്ന് മനസ്സിൽ കാണുക. നല്ല വ്യക്തമായിട്ട് കാണണം, മനസ്സിൽ നല്ല ക്ലിയർ ആയിട്ട് കാണുക. മനസ്സിൽ കണ്ണടച്ചൊന്നും വേണ്ട, കണ്ണ് തുറന്ന് കാണാം. മനസ്സിൽ കാണുക ആ വസ്തു. കാണാതെ പോയത് ഏത് വസ്തുവാണേലും ആ വസ്തു വ്യക്തമായിട്ട് മനസ്സിൽ കാണുക. കണ്ടിട്ട് മനസ്സിനോട് ചോദിക്കുക, അത് ഇപ്പോഴെവിടെങ്കിലും ഇരിപ്പുണ്ടായിരിക്കുമല്ലോ, ഞാൻ ഈ ഇരിക്കുന്ന സമയം അത് എവിടെങ്കിലും ഇരിപ്പുണ്ടായിരിക്കുമല്ലോ, കാണാതെ പോയ സാധനം അതെവിടെ ആയിരിക്കും എന്ന് മനസ്സിനോട് ചോദിക്കുക. പിന്നെ നിങ്ങൾ അതേക്കുറിച്ച് ചിന്തിക്കണ്ട. നിങ്ങൾ അറിയാതെ തന്നെ ആ വസ്തുവിൽ നിങ്ങൾ എത്തിച്ചേരും. നിങ്ങൾ ആ വസ്തു നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. എനിക്ക് ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ കാണാൻ പോയി കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു കൊടുത്ത് ചെയ്തവർക്കും ഞാൻ പലപ്പോഴും വീഡിയോ പറഞ്ഞിട്ടുണ്ട്. വീഡിയോ കാണുന്നവർക്കറിയാം, ഒരുപാട് സാധനങ്ങൾ കാണാതെ പോയിട്ട് കിട്ടിയിട്ടുണ്ട്. അത്ഭുതകരമായ വിദ്യ, ആശ്ചര്യകരമായ വിദ്യ. ഇത് ലോകത്തിൽ ആരും നിങ്ങൾക്ക് പറഞ്ഞു തരത്തില്ല. പരീക്ഷിച്ചു നോക്കൂ.
കൃത്യമായിട്ട് ചെയ്തവർക്കെല്ലാം അനുഭവം ഉണ്ടായിട്ടുണ്ട്. ശരിയായിട്ട് ചെയ്തവർക്ക്, ശരിയായിട്ട് മനസ്സിലാക്കി ചെയ്തവർക്ക്. ഞാൻ പറയുന്നത് ശരിയായിട്ട് തെറ്റായിട്ട് മനസ്സിലാക്കി തെറ്റായിട്ട് ചെയ്ത ഒരു ഫലം കിട്ടുന്നത്. ശരിയായിട്ട് ഞാൻ പറഞ്ഞ പോലെ മനസ്സിലാക്കി അത് കൃത്യമായിട്ട് ചെയ്തവർക്കൊക്കെ ഫലമുണ്ടായിട്ടുണ്ട്. ഈ പലപ്പോഴും നമ്മൾ ആൺകുട്ടികളാണേലും പെൺകുട്ടികളാണേലും എല്ലാവരും ജോലി വേണം കേട്ടോ. അത് അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് എല്ലാവർക്കും ഇപ്പോൾ ഒരു പഠിത്തം കഴിഞ്ഞ ഉടനെ പെൺകുട്ടികളെ കെട്ടിച്ചു വിടണം എന്നാണ്. അത് നല്ല നല്ല കാര്യമാണ്, മോശമാണെന്നല്ല പറഞ്ഞ്. നേരത്തെ കെട്ടിച്ചു വിടണം, അത് ഒരു നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഒരു കാര്യം ഇന്നത്തെ കാലത്ത്, ഈ കാലഘട്ടത്തിൽ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. ഒരു ജോലി ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജോലി ഇല്ലാത്തവർക്ക് ആ ഒരു ബുദ്ധിമുട്ട് ജീവിതത്തിൽ ഉണ്ടാകും. അതായത് ഒരു ജോലി ഉണ്ടെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഒരു പെൺകുട്ടി അവൾ പഠിച്ചു, ഒരു ജോലി കിട്ടി, നല്ലൊരു ജോലിയാണെങ്കിൽ ജീവിതത്തിൽ എന്ത് തട്ടുകേട് വന്നാലും, വിവാഹ ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നാൽ പോലും അവളെ അത് ബാധിക്കത്തില്ല. ഇനി ഒരു ജോലി, നല്ലൊരു ജോലി സമ്പാദിക്കണം. അല്ലാതെ നമ്മൾ അവിടെ ഇവിടെയും ചെറിയ ചെറിയ കടകളിലൊക്കെ കയറി നിന്ന് അതൊരു ഒരു ഒരു ജോലി മോശമാണെന്നല്ല പറഞ്ഞാൽ, നല്ലൊരു ജോലി പഠിക്കുന്ന സമയത്ത് നല്ലൊരു ജോലി ലക്ഷ്യമിട്ട് സമ്പാദിക്കണം. ആ നല്ലൊരു ജോലി ജീവിതത്തിൽ നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും, പെൺകുട്ടികൾക്ക് ഇപ്പം വിവാഹം കഴിച്ചു, എന്ത് പ്രശ്നം ഉണ്ടായാലും നിങ്ങൾക്കൊരു ജോലി ഉണ്ടെങ്കിൽ, നല്ലൊരു ജോലി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ അതിജീവിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒന്നും അല്ലാതായി പോകും ജീവിതത്തിൽ. എത്രയോ ജീവിതങ്ങൾ ഞാൻ കാണുന്നതാണ്. അപ്പം ഇപ്പം ഞാൻ പറയാം, ഒരു പക്ഷി ഒരു മരത്തിന്റെ കൊമ്പിലിരിക്കുന്നു. ആ പക്ഷി വിശ്വസിക്കുന്നത് അതിന്റെ ചിറകിലാണ്. കാരണം ഈ കൊമ്പൊടിഞ്ഞു പോയാലും അതിനൊരു ചുക്കുമില്ല, ചിറകൊണ്ട് പറന്നുയരാം. അതിന്റെ സ്വന്തം കഴിവ് വിശ്വസിക്കുന്നതുകൊണ്ടാണ് ഒരു പക്ഷി ഒരു മരത്തിന്റെ കൊമ്പിൽ ഇരുന്നാലും അത് വിശ്വസിക്കുന്നത് അതിന്റെ കഴിവിലാണ്. അതിന്റെ ചിറകുണ്ടേ പറന്നുയരാം, ആ ധൈര്യത്തിലായിരിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ സ്വന്തമായിട്ടൊരു തൊഴിലുണ്ടെങ്കിൽ എന്നാ പ്രശ്നം ഉണ്ടായാലും നിങ്ങൾക്ക് ഒരു ചുക്കുമില്ല. മനസ്സിലാകുന്നുണ്ടോ? ഇല്ലെങ്കിൽ വേറെ എന്തുണ്ടായാലും ജീവിതത്തിൽ ഒരുപാട് സഫർ ചെയ്യാനായിട്ട് വരും. ഇനി ഇത്രയും മനസ്സിലായി. ഞാൻ പറഞ്ഞു വരുന്ന വേറൊരു കാര്യത്തിലേക്കാണ്. അപ്പം ഞാൻ പറഞ്ഞു നല്ലൊരു ജോലി വേണമെന്ന് പറഞ്ഞു. ഇപ്പം പെൺകുട്ടികൾക്ക് നല്ലൊരു ജോലി വേണം. നമ്മളിപ്പോൾ സാധാരണ ഒരു ജോലി ഉണ്ടെങ്കിൽ അതുകൊണ്ട് നിലനിന്ന് പോകാൻ പറ്റത്തില്ല. നല്ലൊരു ജോലി വേണം. എന്ത് ചെയ്യണം? പഠിക്കുന്ന സമയത്ത് ഒരു ലക്ഷ്യം വേണം. നല്ലൊരു ജോലിയിൽ നിന്ന് അതിന് വേണ്ട പഠിത്തം പഠിക്കണം. ആ സമയത്ത് ആരെങ്കിലും ഒരുത്തും വന്ന് ഐ ലവ് യു എന്ന് പറഞ്ഞ് അവൻ്റെ പുറകെ പോയാൽ ജീവിതം പോയി. ലക്ഷ്യം വേണം. പഠിച്ച് നല്ലൊരു ജോലി തേടിക്കഴിഞ്ഞ് പ്രേമിക്കാതിരിക്കുകയോ അറേഞ്ച്ഡ് മാരേജോ എന്തുവാകാം, പിന്നെ കല്യാണം കഴിച്ചതും ജീവിതം മുഴുവൻ പ്രേമിച്ചോട്ടെ, കുഴപ്പമില്ല. പഠിക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സ് വേറെ ഒന്നിലും പോകരുത്. ആ സമയത്ത് നിങ്ങൾക്ക് നല്ലൊരു ലക്ഷ്യത്തിലേക്ക്, നല്ലൊരു ജോലിയിലേക്ക് എത്തിച്ചേരാതെ ഒരു കാര്യത്തിനും പുറകെ പോകരുത്. പലരും വന്നേച്ച് പറയും ഇഷ്ടമാണെന്നൊക്കെ പറയും. മനുഷ്യന് പലരെയും കാണും ഇഷ്ടം തോന്നും. അതിൻ്റെ ഒന്നും പുറകെ പോയാൽ നമ്മളുടെ ലക്ഷ്യം, നമ്മുടെ ജീവിതം പോകും. നല്ലൊരു ജോലി സമ്പാദിച്ചിട്ട് നിങ്ങൾ എന്ത് വേണം, ജീവിതം മുഴുവൻ പിന്നെ പ്രേമിച്ചു നമ്മുടെ സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കണം. ഇത് അനുഭവത്തിൽ ഞാൻ പറയുന്നത്. എത്രയോ കുട്ടികളുടെ അനുഭവങ്ങൾ കണ്ടിട്ടാണ് ഈ പറയുന്നത്. അതായത് പഠിക്കേണ്ട സമയത്ത് പ്രേമിക്കാൻ പോകരുത്. പ്രേമിക്കേണ്ട സമയത്ത് നല്ലൊരു ജോലി ഇല്ലെങ്കിൽ ആ പ്രേമവും നടക്കത്തില്ല. ഇപ്പം വലിയ ലവ് മാരേജ്, കല്യാണം കഴിച്ചു, ഭയങ്കര ലവ് ആണെന്ന് വിചാരിച്ചു, ഭയങ്കര സ്നേഹിച്ച കല്യാണം കഴിച്ചത്. ഭാര്യയ്ക്കും ഒരു വരുമാനമില്ല, ഭർത്താവിനും ഒരു മോശമായ കാര്യങ്ങളാണെങ്കിൽ ഇവൻ കുറച്ച് കഴിഞ്ഞ് വെള്ളവടി തുടങ്ങും, വഴക്ക് തുടങ്ങും, സാമ്പത്തിക പ്രശ്നം വന്നു കഴിയുമ്പോൾ പിന്നെ സ്നേഹം വരത്തില്ല. സാമ്പത്തിക ദുരിതം വന്നു കഴിയുമ്പോൾ പിന്നെ ഒരു കാര്യം പറ്റില്ല. ഇപ്പം കടക്കാരി വീട്ടിൽ വന്ന് വെള്ളം ഉണ്ടാക്കുന്നു, എവിടെ ലവ് ചെയ്യാനാ? വീട്ടിലെ ദുരിതം, കുട്ടികൾക്ക് ഭക്ഷണം വേണം, കുട്ടികളെ പഠിപ്പിക്കണം, കടം ഒക്കെ സ്നേഹിക്കാൻ ലവ് വരത്തില്ല. അപ്പോൾ അത് വരണമെന്നുണ്ടെങ്കിൽ നല്ല സാമ്പത്തിക സ്ഥിരത വേണം. അത് പഠിക്കേണ്ട സമയത്ത് പഠിക്കണം, കല്യാണം കഴിഞ്ഞ് ജീവിതം മുഴുവൻ പ്രേമിച്ചോന്നേ, അപ്പം പ്രേമിച്ചോണം. ഓരോന്നിനും ഓരോ സമയമുണ്ട്. ഈ സമയം തെറ്റി ചെയ്യുമ്പോഴാണ് ജീവിതം കുളവാകുന്നത്. അപ്പം എനിക്ക് ശരിയെന്ന് തോന്നിയ ഒരു കാര്യമാണ് പറഞ്ഞ കേട്ടോ. ഒരുപാട് അനുഭവങ്ങളിൽ നിന്ന് പറയുന്ന കാര്യമാണ്. അപ്പം നിങ്ങൾക്ക് ശരിയെന്ന് തോന്നിയാൽ ചെയ്യുക, അല്ലെ ചെയ്യാതിരിക്കുക. എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യമാണ് പറഞ്ഞത് കേട്ടോ, എൻ്റെ ഒരു അഭിപ്രായമാണ് പറഞ്ഞത്. നമ്മുടെ ഈ സനാതന ധർമ്മത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരും അറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിലൊരു വാചകമാണ് അഹം ബ്രഹ്മാസ്മി. ഇത് ബൃഹദാരണ്യക ഉപനിഷത്തിലെ ഒരു വാചകമാണ്. അഹം ബ്രഹ്മാസ്മി, അതായത് ഞാൻ എന്ന് പറഞ്ഞാൽ ആത്മാവ് പരബ്രഹ്മമാകുന്നു. അതായത് എൻ്റെ ഉള്ളിലെ ആത്മബോധം അത് പരബ്രഹ്മമാകുന്നു. അതെങ്ങനെ പരബ്രഹ്മമാകുന്നത്? അതായത് എൻ്റെ ഉള്ളിലെ ആ ആത്മാവെന്ന ആത്മബോധം
ആ ബോധം നമ്മുടെ ഉള്ളിലാണ്. നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ ശ്രദ്ധിച്ച് ധ്യാനം ചെയ്യുമ്പോഴും അഹങ്കാരങ്ങൾ, അഭിമാനങ്ങൾ, അങ്ങനെയുള്ള ദുർഗുണങ്ങളൊക്കെ മനസ്സിൽ നിന്ന് പോകുമ്പോഴും ആണ് സ്വാത്വികമായ ആത്മബോധം ഉള്ളിൽ ഉണ്ടാകുന്നത്. ആ ആത്മബോധം ഉള്ളിൽ ഉണ്ടായി കഴിയുമ്പോൾ അത് തന്നെയാണ് ഈശ്വരനും, അത് തന്നെയാണ് പരബ്രഹ്മവും എന്ന് മനസ്സിലാവും. അപ്പൊ അവിടെ അഹം ബ്രഹ്മാസ്മി എന്നുള്ള ആ ഒരു വാചകം നമ്മൾ സനാതന ധർമ്മത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. നിന്റെ ഉള്ളിലാണെല്ലാം, നിന്റെ ഉള്ളിലെ ആ ആത്മചൈതന്യമാണ് ആ പ്രപഞ്ചബോധവും ഈശ്വര ചൈതന്യവും രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പൊ നമ്മുടെ ദുർഗുണങ്ങൾ മാറുമ്പോൾ ഉള്ളിലുള്ള ആത്മബോധം നമുക്ക് അനുഭവിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ആ ഈശ്വരബോധവും അത് തന്നെയാണ് അത് തന്നെയാണ് ആ ഈശ്വരബോധവും. സിദ്ധന്മാർ പറഞ്ഞിട്ടുണ്ട്, അണ്ടത്തിലുള്ളതെല്ലാം പിണ്ടത്തിലും ഉണ്ടെന്ന്. അത് തന്നെയാണ് എല്ലാം. നിന്റെ ഉള്ളിലെ ആ ബോധം തന്നെയാണ് ഈ പ്രപഞ്ചം. അതായത് ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന ചൈതന്യവും നിന്റെ ഉള്ളിലുള്ള ചൈതന്യവും ഒന്ന് തന്നെയാണ്. ഇതറിയുമ്പോഴാണ് മറ്റുള്ളവരോട് നമുക്ക് കരുണ തോന്നുന്നത്, മറ്റുള്ളവരോട് സ്നേഹം തോന്നുന്നത്, പ്രകൃതിയോട് സ്നേഹം തോന്നും. ഈ പ്രകൃതിയെ കാണുന്ന ജീവജാലങ്ങളും നിന്റെ ഉള്ളിലുള്ള ചൈതന്യം എല്ലാം ഒന്ന് തന്നെയാണെന്ന് അറിയുമ്പോൾ പ്രകൃതിയോട് സ്നേഹം തോന്നും. ചുമ്മാ ഇന്ന് മരമൊക്കെ വെട്ടാൻ തോന്നത്തില്ല. നമുക്ക് ഉപദ്രവം അല്ലെങ്കിൽ ഒരു മരം വെട്ടാൻ തോന്നത്തില്ല. ഈ ബോധമില്ലാത്തവനാ ചുമ്മാ നിൽക്കുന്ന ഒരു 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 നമുക്ക് ഉപദ്രവം അല്ലേ പോലും ചുമ്മാ മരങ്ങൾ വെട്ടിക്കളയുക, തണലില്ലാതാക്കുക, പ്രകൃതിയെ ഉപദ്രവിക്കുക, ഇതൊക്കെ ചെയ്യുന്നതിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ നിന്റെ ഉള്ളിലുള്ള ചൈതന്യവും ആ പ്രകൃതിയിലുള്ള ചൈതന്യവും എല്ലാം ഒന്നാന്ന് അറിയുന്നവനെ ആവശ്യമില്ലാതെ ആരും ഉപദ്രവിക്കത്തില്ല. അതാണ് അതിൻ്റെ ഒരു ഗുണം. മൃഗങ്ങളെ, പ്രകൃതിയെ ഒന്നും ഉപദ്രവിക്കത്തില്ല. പറഞ്ഞാൽ മനസ്സിലായല്ലേ? ചില ആളുകളുണ്ട് ഈ രാത്രിയിലൊക്കെ വണ്ടി ഓടിക്കുമ്പോൾ മൃഗങ്ങളൊക്കെ ക്രോസ് ചെയ്യുവാണെങ്കിൽ അമ്മമാർ ഇടിച്ചിട്ടിട്ട് പോകും. അങ്ങനെ ചെയ്യുന്ന ദ്രോഹികളുണ്ട്, ദുഷ്ടന്മാർ. അവരെ ഒന്നും ഈശ്വരൻ ഒരിക്കലും പൊറുക്കത്തില്ല. ഒരു ജീവിയെ ഉപദ്രവിക്കാൻ ആർക്കും അധികാരമില്ല. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. പറഞ്ഞ മനസ്സിലായി? ആരും കാണത്തില്ല എന്നുള്ള ധൈര്യത്തിലാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ളവർ ഉണ്ട്. നമ്മൾ രാവിലെ നോക്കുന്ന ചിലപ്പോൾ റോഡിൽ കിടക്കുന്ന കാണാം, പട്ടിയൊക്കെ വണ്ടി ഇടിച്ചു. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നമ്മളെപ്പോഴും ആ പ്രകൃതിയോട്, നമ്മുടെ ചുറ്റുപാടുള്ള ജീവികളുടെ കാരുണ്യം ഉണ്ടാകുമ്പോഴാണ് നിന്റെ ഉള്ളിലെ ചൈതന്യത്തെ അനുഭവിക്കാൻ പറ്റും. പറഞ്ഞ മനസ്സിലായി? ഈശ്വരൻ എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ്. അതുങ്ങളും നമ്മളെപ്പോലെ തന്നെയാണ് ജീവിക്കുന്നത്. പിന്നെ മറ്റൊരു വാചകം, തത്വമസി, അത് നീ തന്നെയാകുന്നു. നിന്റെ ഉള്ളിലെ ആ ചൈതന്യം തന്നെയാണ് എല്ലാം. ആ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം വ്യാപിച്ചിരിക്കുന്ന ചൈതന്യം, അത് നിന്റെ ഉള്ളിലാണ്. അത് പുറത്തന്വേഷിച്ചാൽ കിട്ടത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അമ്പലത്തിൽ പോയി ഈശ്വരനെ വണങ്ങുന്നു, അത് പ്രപഞ്ചബോധം. നമുക്കത് ഈശ്വരനെ നമുക്ക് അനുഗ്രഹം കിട്ടുന്നു, അത് ആവശ്യം തന്നെ. പക്ഷെ അതിനോടൊപ്പം നിന്റെ ഉള്ളിൽ കൂടി ഉള്ള ആ മൗനത്തിൽ നീ ഇരിക്കാൻ ശ്രമിക്കണം. അതിനോടൊപ്പം. അപ്പോഴാണ് അത് പൂർണ്ണതയാകുന്നത്. വെളിയിൽ ഈശ്വരനെ ദർശിക്കണം, അകത്തും ഈശ്വരനെ ദർശിക്കണം. രണ്ടുകൂടെ ആകുമ്പോഴാണ് പൂർണ്ണത ഉണ്ടാകുന്നത്. തത്വമസി, നിന്റെ ഉള്ളിലാണ് ഈശ്വരൻ. നിന്റെ ഉള്ളിലെ ഈശ്വരനെ അറിയണം. നിന്റെ ഉള്ളിലെ ഈശ്വരനെ അറിയാൻ നീ എന്ത് ചെയ്തിട്ടും കാര്യമില്ലെന്നേ. നിന്റെ ഉള്ളിലെ ഈശ്വരനെ, നമ്മളിപ്പോൾ തീർത്ഥാടനം പോകുന്നു, ക്ഷേത്രത്തിൽ പോകുന്നു, അതൊക്കെ നല്ലത് തന്നെ, അതൊക്കെ വേണം, നമ്മുടെ ലൗകികമായ ഉയർച്ചയ്ക്ക് വേണം. അതോടൊപ്പം നിന്റെ ഉള്ളിലെ ഈശ്വരനെ കൂടെ അറിയാൻ ശ്രമിക്കണം. അപ്പോഴാണ് തത്വമസി. പ്രജ്ഞാനം ബ്രഹ്മ എന്നുള്ളതാണ്. അതായത് ബോധമാണ്, ജ്ഞാനമാണ്, അറിവാണ് ബ്രഹ്മം എന്നുള്ളതാണ്. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലെ ആ സഹജ ബോധം, അത് തന്നെയാണ് ബ്രഹ്മം, പ്രപഞ്ചം വ്യാപിച്ചിരിക്കുന്നത്. ഇതെല്ലാം ഉദ്ഘോഷിക്കുന്നത് നിന്റെ ഉള്ളിലുള്ള ചൈതന്യം തന്നെയാണ് ഈ പ്രപഞ്ചം എന്നുള്ളതാണ്. ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് സഹജീവികളോട് സ്നേഹം തോന്നും, പ്രകൃതിയോട് സ്നേഹം തോന്നും, ഈശ്വരനെ അറിയാൻ പറ്റും, മനസ്സ് ശുദ്ധമാകും. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം ശിവോഹം. ഓം നർപ്പവി നർപ്പവി നർപ്പവി.